കൂട്ടുകാരെ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? അമ്മക്കുട്ടിയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മക്കുട്ടി ഇന്നൊരു ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് അരി ഇരിപ്പുണ്ട്, അതിനൊരു നെയ്ച്ചോറും. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് സവോള വഴറ്റി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു 4 സവോള വഴറ്റി മാറ്റിയിരിക്കണം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ആയിട്ട് വഴറ്റി ഇതിൻ്റെ അകത്തേക്ക് പട്ട, കറിയാമ്പൂ, ഏലക്ക ഇതെല്ലാം കൂടി ഒന്നിട്ടിട്ട് അതും വഴറ്റി. ഇത് ഇറച്ചി ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് മക്കളെ. ആ സമയത്ത് നമുക്ക് ഇറച്ചി വേവിക്കാനായിട്ട് എന്തൊക്കെ ഇടണമെന്നുള്ളത് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ചെറിയുള്ളി നമുക്കിതിൻ്റെ അകത്ത് ഇടാട്ടോ കൂട്ടുകാരെ. ചെറിയുള്ളി ഞങ്ങളിതിൻ്റെ അകത്തേക്ക് ഇടുകയാണ്. ചെറിയുള്ളിൻ്റെ അകത്തേക്ക് ഇട്ടു. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് പൊടികളിടാം. ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ, 1 മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇടാം. പൊടി, ഉപ്പ്, കുറച്ച് നാരങ്ങ നീരും കൂടി ഇടണം. കുറച്ച് നാരങ്ങ നീരും കൂടി ഇട്ടിട്ട് ഇതിങ്ങനെ നന്നായിട്ടിങ്ങനെ കുഴക്കണേ. കുറച്ച് നാരങ്ങ നീര് ഞാൻ എടുക്കട്ടെ കേട്ടോ മക്കളെ. ഇതിലേക്ക് നാരങ്ങ നീര് കുഴച്ച് അത് നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ. എല്ലാം കൂടി ഇട്ട് കുഴച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം. 2-3 തക്കാളിയും കൂടി ഇടാം. ഓക്കെ, എന്നിട്ട് വേവിക്കാം. ഓക്കെ, നമുക്കിതിൻ്റെ അകത്തൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവോളയൊക്കെ ഇട്ട് വഴറ്റുകയാണ്. ഇതിൻ്റെ അകത്ത് പട്ട, കറിയാമ്പൂ, ഏലക്ക, കുറച്ച് ജീരകമൊക്കെ ഇട്ട് പെരുംജീരകമൊക്കെ ഇട്ടിട്ട് നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എന്തിടാം? പൊടികളിടാം. ബീഫ് കറിയാണ്. കുറച്ച് മുളക് പൊടി, ഓക്കെ, 1.5 ടീസ്പൂൺ മുളക് പൊടി, ഇനി മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി, നമ്മൾ ഇറച്ചിയിലിട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി കുറച്ച്, 1 ടീസ്പൂൺ മസാലപ്പൊടി, മല്ലിപ്പൊടി വഴറ്റി കൊടുക്കണം. ഇങ്ങോട്ടിട്ട് മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ,
ഇനി കുറച്ച് ഉപ്പിടാം നമുക്ക്. ഇതൊക്കെ ഒന്ന് ചൂടാക്കണം. പച്ചമണം മാറുന്നവരെ, പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നമ്മളിതിങ്ങനെ ചൂടാക്കണം. കൂട്ടുകാരെ, ഒരു കാര്യം ഇടാൻ മറന്നുപോയി, കുരുമുളക് പൊടി. അപ്പോൾ കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടി, കുറച്ച് സോസും തക്കാളിയും കൂടി ഇട്ടിട്ട്, കുറച്ച് തക്കാളി, ഇനി കുറച്ച് തക്കാളി, അതിൻ്റെ അകത്തേക്ക് കുറച്ച് ടൊമാറ്റോ സോസ്, കുറച്ചൊരു ചെറിയ സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഏതൊരു കറിക്കും ചെറിയൊരു സ്വീറ്റ്നെസ് ടേസ്റ്റാണ്. ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യും. ചെറിയൊരു സ്വീറ്റ്നെസ് കറിക്ക്, എല്ലാ കറിക്കും. ഒരു സാമ്പാർ വയ്ക്കുമ്പോഴും നമ്മളൊരു ചെറിയൊരു ശർക്കര കഷ്ണം ഇട്ട് ആ സാമ്പാറിന് ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ അമ്മക്കുട്ടിയുടെ ബീഫ് കറിക്ക് ചെറിയൊരു സ്വീറ്റ്, എരിവ്, പുളി, ഉപ്പ് എല്ലാം കൂടി വരുമ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഞാനേ അങ്ങനെ തന്നെ അങ്ങോട്ട് ഇട്ടു, സോറി ട്ടാ മക്കളെ, ക്ഷമിക്കണേ. ഇതണ്ട, നമ്മുടെ വേപ്പില കുട്ടന്മാരാണ് ഇതിൻ്റെ രാജാവ് എന്ന് പറയുന്നത്. നമ്മുടെ കറികളുടെ രാജാവ്. ഇത് എൻ്റെ വീട്ടിലുണ്ടായതാണ് കേട്ടോ കൂട്ടുകാരെ. കണ്ടോ, ഇട്ടു. എന്നിട്ട് ഇതിങ്ങനെ നന്നായിട്ട് ഇപ്പം ഇത് എണ്ണ തെളിഞ്ഞു. നമുക്ക് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇതണ്ട കുക്കർ വെച്ചിട്ടുണ്ട്. അതൊരു 4 സ്റ്റീം കഴിയുമ്പോഴേക്കും നമുക്ക് എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, കാണാം. നമ്മൾ ചോറുണ്ടാക്കാൻ പോണേ, നെയ്ച്ചോറിൻ്റെ ചോറ്. പാത്രം വെച്ചു, നെയ്യ് ഒഴിക്കുക. നെയ്യ് തീർന്നോക്കും, നെയ്യ് തീർന്നു, നല്ല കടുത്ത നെയ്യ്. ഓക്കെ, നെയ്യ് ഒഴിച്ചു. അതിട്ടാ കറിയാകുമ്പോൾ ഏലക്ക കട്ട് ചെയ്യും, നെയ്യ് മറ്റേ. കൂട്ടുകാരെ, ആദ്യം ഇതിൽ അണ്ടിപ്പരിപ്പ് കിസ്മിസ് വറുത്തെടുത്ത് മാറ്റാം കേട്ടോ. നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്തിട്ട് കിസ്മിസ് വറുക്കാം കേട്ടോ. വേണ്ട. കൂട്ടുകാരെ, നമ്മളിത് വറന്നു. ഇനി നമുക്കിതിൻ്റെ അകത്ത് കോരി കൊണ്ടെടുക്കാം. ഇതിനകത്ത് കിസ്മിസ് ഇടാം. കിസ്മിസ് ഇടാം. കട്ടെ നോക്കൂ. പട്ട, ഏലക്ക, കരയാമ്പൂ, ജീരകം ഇടണം. ജീരകം ഇല്ല ഇതിൻ്റെ അകത്ത്. ജീരകമില്ലേ? ജീരകം. അങ്ങനെയാണ് ഇതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചി കിട്ടും. മസാലകൾ വഴന്ന് കഴിയുമ്പോഴേക്കും സവോളയും പച്ചമുളകും
ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും വെള്ളം ഒഴിക്കണം. സവോള ഒന്ന് വഴന്നെല്ലാം കഴിഞ്ഞ് നമുക്ക് ഞങ്ങളുടെ ഇവിടെ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് 4 കപ്പ് വെള്ളം ഒഴിക്കാം. അതറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും. 4 കപ്പ് വെള്ളം അതിനകത്ത് വേറൊരു ലീഫും കൂടി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ കൂട്ടുകാരൻ. ഇതിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാലോ. കോഴിക്കോട് ഭാഗത്തൊക്കെ കൂടുതൽ ഇടുന്നില്ല, അങ്ങനെ ഇടുന്നില്ല. എറണാകുളം ഭാഗത്തൊന്നും അങ്ങനെയില്ല. 3 4 കപ്പ് വെള്ളം ഒഴിച്ച് ഇതിനകത്തേക്ക് ഉപ്പിടുക, ചെറുനാരങ്ങ ഒഴിക്കുക, ഉപ്പിടുക, ചെറുനാരങ്ങ. കൂട്ടുകാരെ ഞാൻ കയ്യിലാണ് ഉപ്പെടുക്കുന്നത്. ഉപ്പിട്ടു, ചെറുനാരങ്ങ. വെള്ളം തിളച്ച് വരുമ്പോൾ കരിയിടാം കേട്ടോ. അല്ലത് എല്ലാവർക്കും അറിയാമല്ലോ മക്കളെ, നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ അറിയാം. എന്നാലും അമ്മ കൂട്ടുകാരെ അമ്മക്കുട്ടി എന്നാലും ഉണ്ടാക്കണമെന്ന് പറയുന്നത് മാത്രം. എൻ്റെ കൂട്ടുകാരെ, ഇത് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം വേണം. ഇതിലേക്ക് നമ്മൾ ഇറച്ചി വേവിച്ചതെടുത്തുന്നു. ഇത് വെച്ചിട്ടില്ല. അപ്പം വേണ്ടോ. ഇനി അടുത്തത് മല്ലിയില ഇടണം. കുറച്ച് മല്ലിയില ഇടണം. മല്ലിയില ഇടുക. കഴിഞ്ഞു. നെയ്ച്ചോറിൻ്റെ ബീഫ് കറി റെഡിയായി മക്കളെ. ഇനി നെയ്ച്ചോറും കൂടി റെഡിയായിട്ട് കഴിക്കുന്ന സമയത്ത് സെർവ് ചെയ്യണത് കാണിച്ചു തരാവേ. ഇച്ചിരി ഉപ്പ് നോക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ട്. ഓക്കെ മക്കളെ, താങ്ക് യു. കൂട്ടുകാരെ, നമുക്കിനി ചോറ് വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞില്ലേ, ഇനി അരി ഇടുകയാണ്. അങ്ങോട്ട് വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് അരി ഇടുകയാണ് മക്കളെ. കൂട്ടുകാരെ, നെയ്ച്ചോറ് റെഡിയായി. എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. ദേ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ബെല്ലും കൂടി ഒന്ന് അടിക്കണേ കേട്ടാ. താങ്ക് യു.